പാസ്ത ഉണ്ടാക്കി തരുമോ? ഇപ്പോഴോ? ശരി വാ. അപ്പോൾ നമുക്ക് ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ നീളത്തിലുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ മാക്രോണി വെച്ചത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ 2 ബൗൾ പാസ്ത ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. മാക്രോണി ആണെങ്കിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നല്ലോണം വെന്ത് ഉടയാൻ പാടില്ല. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഒരു 10-15 മിനിറ്റ് വെന്തതിന് ശേഷം ഇത് നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതിനെ ഊറ്റിയെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ഹാഫ് ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു 6 വെളുത്തുള്ളി, ഒരു സവാള, അതൊക്കെ എടുത്ത് അരിഞ്ഞു വെക്കേണ്ടതാണ്. എന്നിട്ട് ഒരു കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി മെൽറ്റായതിന് ശേഷം, മെൽറ്റാകുമ്പോൾ അത് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മെൽറ്റാക്കാൻ. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് ഉപ്പ്, പിന്നെ 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് വഴറ്റാവുന്നതാണ് കേട്ടോ. വെജിറ്റബിൾസ് ഹാഫ് കുക്ക് ആയാൽ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടായിട്ട് അതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും അതേ അളവിൽ തന്നെ ബട്ടറും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ച് കൊടുക്കേണ്ടത്. ബട്ടർ മെൽറ്റായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നന്നായി ഇളക്കി കൊടുക്കാം. മൈദയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാല്, ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി ഇളക്കിയിട്ട് അതിലത്തെ കട്ടയൊക്കെ പോയി അത് നന്നായി ക്രീമിയായി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ക്രീമായിട്ടുള്ളൊരു ബാറ്റർ വരും. ഇത് നിങ്ങൾക്ക് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ലൂസാക്കിയിട്ട് നല്ല ക്രീമി ആക്കി ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതൊക്കെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ക്രീമി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ചീസ് ചേർത്തിട്ടുണ്ട്. സ്ലൈസ്ഡ് ചീസാണ് ചേർത്തിട്ടുള്ളത്. 1 സ്ലൈസ് ചീസാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നന്നായി ഇളക്കി കൊടുക്കുക. ആ ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ വെജിറ്റബിൾസും നമ്മുടെ പാസ്തയും വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് പാസ്ത തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരിത്തിരി ലൂസാക്കിയിട്ട് ബാറ്റർ ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ മൈദ ആയതുകൊണ്ട് അത് കട്ടയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചോദിച്ച ആൾക്ക്